കേട്ടോ. നമ്മുടെ കിച്ചണിൽ ഒരു തവള കയറിയിരിക്കുന്നു. അങ്ങോട്ടേക്ക് കുറച്ചൊരിതാണ് കേട്ടോ. പോടാ, ഞാനിപ്പോൾ ഒരു പ്രയത്നം കാണിച്ചു തരാവേ. ഇല്ലുണ്ട് ഓടിക്കോ. നമ്മുടെ ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ചേട്ടനും കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഏകദേശം 6:45 നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോയത് കുമരകത്താണ് കേട്ടോ. കുമരകത്ത് കായലിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ മാറി ഉള്ളൊരു ഐലൻഡിൽ സ്റ്റേ ചെയ്യാനായിട്ടാണ് നമ്മൾ പോയത്. 2 കയാക്കിൽ നമുക്ക് വേണ്ട ലഗേജും വെള്ളവും ടെൻറ്റും പിന്നെ നമ്മുടെ ചൂണ്ടയായിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഏകദേശം 8 മണിയായി. അങ്ങനെ ഏകദേശം അരമണിക്കൂർ കണ്ടിന്യൂസ് കയാക്കിങ് ചെയ്തപ്പോഴേക്കും നമ്മൾ സ്റ്റേ ചെയ്യേണ്ട ഐലൻഡിൽ നമ്മളെത്തി. അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ആദ്യം ചെയ്തത് നമുക്ക് കിടക്കാൻ നമ്മുടെ ബാഗ് വെക്കാൻ നമ്മുടെ ടെൻറ്റ് റെഡിയാക്കുമായിരുന്നു. ടെൻറ്റ് ശരിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഫിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ വീഡിയോ മൊത്തമായിട്ട് കണ്ടവർക്കറിയാം. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അധികം ആരും ചെല്ലാത്തൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു. നമുക്ക് 2 മീൻ മിസ്സായി. അങ്ങനെ നമുക്ക് അവസാനം ഒരു വരാലിനെ കിട്ടി. അങ്ങനെ ഒരു മീനെ കിട്ടിയപ്പോഴേക്കും നമ്മൾ ഫിഷിംഗ് നിർത്തി. അങ്ങനെ നമ്മൾ സന്ധ്യ ആകാൻ സമയമായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലുള്ള മീനൊക്കെ നമ്മൾ വെട്ടി റെഡിയാക്കി വെച്ചിരുന്നു. അതിനുശേഷം രാത്രി ആയപ്പോഴേക്കും ഒരു സൗണ്ട് കേട്ട് ജിനോശാസും ജസ്റ്റ് അങ്ങോട്ട് പോയി. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇവിടെ കിടക്കുന്നത് ഒരു റിസ്ക് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുമ്പിൽ നോക്കിയപ്പോഴേക്കും നമ്മുടെ ടെൻറ്റിൻ്റെ സൈഡിൽ കൂടി ഒരു കീരി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് അപ്പുറേന്ന് കേട്ടു. അപ്പോൾ ജിനോശാണെങ്കിൽ അത് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിനുശേഷമാണ് ജിനോശം വന്നിട്ടാണ് നമ്മൾ മീൻ വെട്ടുന്നത്. എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. നമ്മുടെ കയാക്ക് കൂടി ഇരിപ്പുണ്ട്. ജിനോശൻ ഇതുവരെ വന്നില്ല. 15 മിനിറ്റ് ആയി പോയിട്ട്. ജിനോശ, ജിനോജൻ പോയിട്ട് ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയി കേട്ടോ. എന്നാണ് ഇവിടുന്ന് വിളിച്ചിട്ട് സൗണ്ട് കേൾക്കുന്നില്ല. അവിടെ നിന്ന് എന്തൊക്കെയോ കൂവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊരു ആൾ വന്നിട്ടില്ല. ഫൈനലി വന്നിട്ടുണ്ട്. ഇത് എവിടെ പോയത്? എത്ര നേരം പോയിട്ട്? അവിടെ എന്തോ വീഡിയോ എടുക്കണോ? എന്തോ സാധനം ഉടക്കി കിടപ്പുണ്ട്. എന്നതാ എനിക്കറിയത്തില്ല. പക്ഷേ എന്താന്ന് തോന്നുന്നു നോക്കാൻ പറ്റത്തില്ല. ഇതിനകത്തോട്ട് ഇറങ്ങിയുള്ള ആ പുല്ല് കണ്ടെടുത്തോ? അടിപൊളി. ഞങ്ങൾ നോക്കുമ്പോഴേക്കും മനുഷ്യന്റെ കരച്ചിൽ പോലെ തോന്നുന്നില്ല. കറക്റ്റ് ഈ പറഞ്ഞ രാത്രിയിൽ ഭയങ്കര സൗണ്ട് ഉള്ളത്. ഇപ്പൊ അത് അറിയുന്നില്ല. എനിക്ക് എന്തോ അപകടം പറ്റിയ പോലെ സാധനമായിരിക്കും. അങ്ങനെയാണ് ഈ പയ്യെ നമുക്കുണ്ടല്ലോ നമ്മുടെ വരാലിനെ വെട്ടാം. നമ്മൾ മീനിനെ പയ്യെ പുറത്തേക്ക് എടുക്കുവാണ് കേട്ടോ. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. മീൻ ഇതുവരെ ചത്തിട്ടില്ല. അപ്പോൾ മീനിനെ ഞാൻ കൊല്ലാൻ വേണ്ടി പോവാണ്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സീൻ കാണാൻ താല്പര്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യണം. കാര്യം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം വരാലിനെ കൊല്ലുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിളാണ്. അപ്പം മീനിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. ആദ്യമേ നമ്മൾ പുറത്തെ ചെതുമ്പളെല്ലാം കളയുന്നു. നമുക്കിവനെ ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കാവേ. ഇപ്പം നമ്മളിവൻ്റെ വാലങ്ങ് വെട്ടി. ഉണ്ടല്ലോ, നമ്മളിവനെ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇവൻ്റെ ബ്ലഡ് ക്ലോട്ട് ആയിരിക്കുന്നതാണ് കേട്ടോ. ഇത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ കല്ല് എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളം കയറി കഴുകുന്ന കല്ലാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വലിയ കുഴപ്പമുണ്ടെങ്കിൽ പോലും നമുക്കിത് ഓപ്ഷനുള്ളൂ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മീൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് താഴെ വെക്കുന്നില്ല. നമ്മളൊരു 3 പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. മീൻ വരയുവാണ്. ഇത് വേണ്ട, അടുപ്പിച്ചടുപ്പിച്ച് മുള്ളിനോട് ചേർത്തതേ. കാര്യമുള്ളൂ, കുളിച്ചിട്ട് വരാം അല്ലേ. ഇത് മസാല പിടിക്കുന്ന ഗ്യാപ്പല്ലേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, ഇപ്പം ഇത്ര മീനേ ഉള്ളൂ. അതിലേക്ക് ഒരു ലേശം ഉപ്പുപൊടി, ഇങ്ങനെ മസാല പുരട്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ വെക്കും. ആ ഒരു 15 മിനിറ്റിലെ ഗ്യാപ്പ് കൊണ്ട് നമ്മൾ പോയി കുളിച്ചിട്ട് വരും. അപ്പം നന്നായിട്ട് മസാല പിടിക്കും. അതിനുശേഷം നമ്മൾ ഈ മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ ഭക്ഷണം കേട്ടോ. നമ്മൾ ഈ വരഞ്ഞതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ മസാല തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലേ ഉള്ളൂ കഷ്ണത്തിൽ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. അപ്പം ഇതും ആ മീനകത്ത് ഇരിപ്പുണ്ട്. അപ്പം ഇതങ്ങ് അടച്ചു വെക്കുന്നു. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ കിച്ചണിൽ ഒരു തവള കയറിയിരിക്കുന്നു. പണ്ടത്തെ നിയമമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവനെ പിടിച്ച് പൊരിക്കായിരുന്നു. പക്ഷേ ഇറങ്ങിപ്പോടാ, അവനങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് കണ്ടോണം, എൻ്റെ രൂപമൊക്കെ മാറിയില്ലേ, 3/4 മാറി. ജിനോശാസിനും ഡ്രസ്സൊക്കെ മാറി. ഇത് കണ്ടല്ലോ. അപ്പോൾ നമ്മളിനി ഉണ്ടല്ലോ മീൻ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുപ്പ് സെറ്റ് ചെയ്തു. നമ്മുടെ ബ്യൂട്ടൈൻ ഗ്യാസ് എവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീ നമ്മൾ മാക്സിമം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇത് ചൂടായി നോക്കി നമ്മൾ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകണം. കാരണം നമുക്ക് ഈ മീനെല്ലാം വറുത്തെടുക്കണം. എണ്ണ ചൂടായെന്നാണ് തോന്നുന്നേ. അപ്പോൾ നമുക്ക് പയ്യെ മീനിനെ എടുത്തിലേക്ക് ഇടാം കേട്ടോ. നമുക്കൊന്ന് നോക്കാം. ഓ അടിപൊളി.
ഓ മൈ ഗോഡ്. അപ്പം നമ്മൾ മീനിനെ പയ്യെ തിരിച്ചിടാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു 10 മിനിറ്റോടെ കഴിഞ്ഞാൽ മൊത്തം വെട്ടടിച്ചേ. വരാൽ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കരിമീൻ കഴിക്കാം. കരിമീൻ കഴിക്കാല്ലേ. എണ്ണ ഫുള്ള് പോട്ടെ. നമ്മൾ ഇവനെ എടുത്ത് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. നല്ല ചൂടാട്ടോ. അതാണ് നല്ല അടിപൊളി ചൂടാണ്. തലേന്നുള്ള പീസ്. ഒന്നും എന്നെ കൊതിപ്പിക്കാതെ. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. എങ്ങനെയുണ്ട് സത്യം പറ? ജെന്യൂൻ ഒപ്പീനിയൻ. ഉപ്പും മുളകും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം കറക്റ്റ്. ഷാളോ ഫ്രൈ ആയതുകൊണ്ട് അത്ര മൊരിഞ്ഞിട്ടില്ല, പക്ഷെ കിടിലൻ ടേസ്റ്റ് ആണോ. അടിപൊളി. 2 സൈഡിലും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് എണ്ണ ഫുള്ള് പോട്ടെ. അതിനുശേഷം ഇത് എടുത്ത് നമ്മുടെ വൃത്തിയായിട്ട് നമ്മുടെ പ്ലേറ്റിലിട്ട് വെക്കുക. ഇപ്പോൾ നമ്മൾ വരാൽ കണ്ടല്ലോ, നമ്മൾ തന്നെ പിടിച്ച നമ്മുടെ വരാൽ 1, 2, 3. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ ആദ്യം പിടിച്ച കരിമീൻ്റെ ഒരു പീസാണ് ഇത് കണ്ടോണേ. ഇത് 2 പീസ്. എനിക്ക് കുറച്ച് കൂടുതൽ പീസ് എടുക്കട്ടെ. കണ്ടല്ലോ, നല്ല ഫ്രഷ് കരിമീൻ. താങ്ക് യു മമ്മി, മീൻ പിടിക്കാൻ പഠിപ്പിച്ചതിനും മീൻ വറക്കാൻ പഠിപ്പിച്ചതിനും വെട്ടാൻ പഠിപ്പിച്ചതിനും എല്ലാത്തിനും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പും മുളകൊന്നും കൂടിയിട്ടില്ല. സാധാരണ അങ്ങനെ കൂടി ഞാൻ വീഡിയോയ്ക്ക് ഇത് പറയുന്നതാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇത് കഴിച്ച് തീർക്കുന്ന ഗ്യാപ്പിൽ നമ്മുടെ വരാൽ റെഡിയാകും. അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ റെഡിയാകും കേട്ടോ. അതിനുശേഷം ഈ ഐലൻഡ് നിങ്ങളെ ഞങ്ങൾ ജസ്റ്റ് രാത്രിയിൽ എങ്ങനെയായിരിക്കും ഒന്ന് കാണിച്ചു തരാം അല്ലേ? കുറച്ചൊക്കെ കാണിച്ചു തരാം. എന്താണ് നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഐലൻഡ് ഒന്ന് ജസ്റ്റ് കറങ്ങി കാണാൻ വേണ്ടി പോകാണ് കേട്ടോ. കുറച്ചും ഞാൻ പറഞ്ഞില്ല, ജിനോസിന് അങ്ങോട്ട് പോയപ്പോഴേക്ക് എന്തോ സൗണ്ട് കേട്ടായിരുന്നു. എന്തോ തരത്തിലുള്ള പക്ഷിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവർ വന്നിരിക്കുന്ന സ്ഥലമാണ്, നമുക്ക് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. ഈ ഐലൻഡിൽ വേറെ ആൾക്കാരും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് ഇതിൻ്റെ തൊട്ടടുത്ത് വിളിച്ചാൽ കേൾക്കുന്ന സൈഡിൽ ആരുമില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പഴയൊരു ബിൽഡിംഗ് ആണ്. ഇത് കണ്ടോ, കേട്ടോ, പഴയൊരു ബിൽഡിംഗ് ആണ്. നമ്മൾ ഇതിനുമ്പോഴേക്ക് പോകണം. എൻ്റെ നിഴൽ നോക്കി. ദേ അവിടെ എന്തോ പോയി. അതിനത് തവളയാണോ? നീ ഒന്നേ ഞാൻ പറയാം. തവള. ഓ അടിപൊളി തവള. സൂപ്പർ തവള. സൂം ചെയ്യാൻ പറ്റുമോ? ഇതുണ്ടോ, നല്ല സൂപ്പർ തവളയാണ്. ഞാൻ അടുത്തിട്ട് പോകാം. അടിച്ചിട്ട് അടുത്ത് നോക്കിയാൽ സൂം ഔട്ട് ചെയ്തേ. തവള എൻഡേഞ്ചർ സ്പീഷീസ് ആണ്. ചാടി പോയി കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ആദ്യം കൊണ്ടൊരു തവളേനെയാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഷാപ്പിലൊക്കെ തവള പൊരിച്ചത് മേടിക്കാൻ വേണ്ടി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ലീഗലാണ്. പിടിക്കുന്നതും കറി വെക്കുന്നതും വിൽക്കുന്നതും എല്ലാം കുറ്റകരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എന്തൊക്കെ കാണാൻ പറ്റുമോ? വിനോശ അങ്ങോട്ടേക്ക് കുറച്ചൊരിതാണ് കേട്ടോ. ഞാൻ തട്ടിട്ട് പോകുന്നത്. എൻ്റെ ജിനോശ എൻ്റെ ഒപ്പത്തിൽ കിടക്ക്. ഈ പെണ്ണുങ്ങൾ കിട്ടുമോ? എന്നെ കിട്ടുമോ ഇപ്പം? ഇതുണ്ടോ, അവനെ കാണിച്ചു കൊടുത്ത് അടുത്തുകൊണ്ടേ കാണിച്ചു കൊടുത്ത്. നിറച്ച് പച്ചത്തവളയാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, നല്ല അടിപൊളി ഒരു പച്ചത്തവള. നമ്മൾ ഇതിൻ്റെ ഒരു 4 ഇരട്ടി സൈസുള്ളതിനാണ് കുറച്ച് മുമ്പ് കണ്ടത്. അപ്പം നമ്മൾ ഇവനെ പയ്യൊന്ന് പോടാ. അപ്പോൾ അവനും പോയിട്ടുണ്ട്. ജിലാജിന് പേടിയുണ്ടോ? പേടിയുണ്ടോ? നമുക്ക് ഈ സ്ഥലം രാവിലെ കണ്ടെങ്കിലും നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഇവിടെ പോകുന്നത്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി നോക്കിയാലോ. നമ്മൾ സിനിമയ്ക്കകത്താണെന്നുള്ളത് ഇതിൻ്റെ മോളിൽ നിന്നൊക്കെ വല്ലതും താഴെയോ തലയിലോട്ടൊക്കെ ചാടി ഇത് നോക്കി. ഇതിൻ്റെ മോള് എൻ്റെ അമ്മ ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ആലൊക്കെയാണ് കേട്ടോ. ഇതുണ്ടോ, ഒന്ന് വെട്ടടിച്ച് അങ്ങോട്ടേക്ക് വെട്ടടിച്ച്. ഇതുണ്ടോ, നമ്മൾ രാവിലെ കണ്ട സെയിം ആൽത്തറയാണ്. ഇതിൻ്റെ മേളിൽ പക്ഷികളൊക്കെ കാണാൻ വേണ്ടി ചാൻസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എന്തൊക്കെയോ കരയിൽ ഒച്ച കേൾക്കുന്നുണ്ട്. തറയിൽ ടച്ച്, നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ നടക്കുന്ന വഴിക്ക് മൊത്തം ഉണ്ടല്ലോ ഈ ചേറുമീനും വരാൽ ഇതിനകത്ത് കിടന്ന് അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. കാര്യം സൗണ്ട്, ഭയങ്കര സൗണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ തവള ഈ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇമാതിരി തവളയൊക്കെ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ പാറ്റേനെയും പല്ലിനൊക്കെ പിടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും പുറകെ ചേറുമീൻ കേട്ടടിച്ചോണ്ട് എടാ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറകെ ചേറുമീനും വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്നാ ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ബോട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ കീരി, പന്നിയേലി പോലെയുള്ള ജീവികൾ ഇവിടെ ഉണ്ട്, അതൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ആ ഒരു ആൽത്തറ. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പ്രയത്നം കാണിച്ചു തരാവേ. അടുത്തൊരു പീക്കിരി ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, നിന്റെ സൗണ്ടാണ് നിന്റെ. നീ ചെറുതാണെങ്കിൽ നിനക്ക് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഓടിക്കും. ഇതിനകത്ത് ഞാൻ പ്രയത്നം കാണിക്കണോ? പ്രയത്നം കാണിക്കാം. വാ, എന്നിട്ട് ഇറങ്ങി നിൽക്ക്. ഇത് കണ്ടോ, ശരിക്കും പേടിയാണ് കേട്ടോ. വിഷലുണ്ട്. ഓടിക്കോ. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ആൽത്തറയാണ് കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ ഇറങ്ങി നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വളരെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ വെള്ളത്തിന് സൈഡിൽ കൂടെ ഫുള്ള് നമ്മൾ ഇറങ്ങി പോകുമ്പോഴേക്കും നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് എന്തോ സാധനം വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കേൾക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ ആമയാണ് കേട്ടോ. ആമ കരയ്ക്ക് കയറി ഇരുന്നിട്ട് വെള്ളത്തിലേക്ക് പയ്യെ ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ പയ്യെ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലൈഫ് ജാക്കറ്റ് എടുത്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തലേണ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇത് ലൈഫ് ജാക്കറ്റ് നമുക്ക് തലേണയായിട്ട് ഉപയോഗിക്കാം. സമയം 9 മണി ആയതേ ഉള്ളൂ. ഉറക്കം വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി രണ്ടുപേരും നന്നായിട്ട് മടുത്തു കേട്ടോ. നമുക്കിത് ഓപ്പൺ ചെയ്തിങ്ങനെ വെക്കാം. ഇത് തുറന്ന് ഞാൻ അകത്ത് കയറുവാണ് കേട്ടോ.
ക്യാമറ ഇങ്ങനെ വാ, കയറിക്കോ. നല്ലതായിട്ട് കൊതുക്. നിങ്ങൾ ഈ പറക്കുന്നുണ്ട്, ഇത് മൊത്തം കൊതുകാണേ. തറയ്ക്കൊരു തണുപ്പുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ള കാര്യം എന്താ വെച്ചാൽ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തുള്ള കൊതുകിനെ എല്ലാം കൊല്ലണം. വേണ്ടേ കൊല്ലട്ടെ? ചോറ്. അപ്പം നമ്മളിതേ കൊതുകിനെ എല്ലാം കൊന്നു. നമ്മുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ കിടക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പില്ലോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകണുണ്ടോ. ഇതിന് ശേഷം രാവിലെ നേരം വെളുക്കുമ്പോഴേക്കും കുമരക എങ്ങനെയാണ് കാണണ്ടേ. നമ്മൾ കയാക്ക് ഇറക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? നന്ദു, യദു. ഞങ്ങൾ ഇന്നോട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയി. നാളെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പിള്ളേരും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക് കവറിന് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകും. നമ്മൾ സ്ഥലത്തൊന്നും വൃത്തികേടാക്കിയിട്ടില്ല. ഇവിടെ കിടന്നതിൽ കൂടുതലായിട്ടുള്ള നമ്മളൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. അതിൻ്റെ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഞാൻ ക്യാമറയ്ക്ക് മേടിച്ചോളാം. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി ഒരു കാര്യം ശ്രദ്ധിച്ചോ. ചേച്ചി എൻ്റെ മുഖത്ത് ഒയ്യോ. മതി ഇത് അതിൻ്റെ ആവശ്യമുള്ളൂ. പെർഫെക്റ്റ്. വരാലിന് നല്ല തിക്ക് പീസാണ് കേട്ടോ. സോഫ്റ്റ് ആയിരുന്നു. ചെറുതായിട്ട് ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ടാണ്.